വൈകിക്കണ്ട, ചെന്നോളൂ. നമ്പ്യാരെ, വെപ്രാളൊന്നും കാണിക്കരുത്. ഓ, ഈ വള്ളിയെല്ലാം പറിച്ച് മാറ്റി വെച്ചിട്ട് പോ. മുത്തപ്പ, ഓനെ ഉപദ്രവിക്കാതെ കാത്തോണേ. നല്ല ചിക്കന്റെ മണം. ഓളെ കണ്ടില്ല. ആക്രാന്തം കാട്ടിലെ നിർമ്മാതാവേ, കഥ ഇവിടെ അല്ല, കാട്ടിലല്ലേ. ക്ഷമിക്കണം സാർ, കെട്ടിടാതെ നിവൃത്തിയില്ല. ബാഗ് വെക്കാൻ തിരിഞ്ഞപ്പോ തലക്കടിച്ച് വീഴ്ത്താൻ നോക്കിയ ആളല്ലേ. എനിക്കൊരബദ്ധം പറ്റി പോയതാ, മാപ്പാക്കണം. ഇവിടെ കണ്ടില്ലേ, കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഭക്ഷണം വാരി കൊടുക്ക. ഏത് കിഡ്നാപ്പറാ ഇങ്ങനെയൊക്കെ ചെയ്യാ? നല്ല പോട്ടെ, താങ്ക്യ. സാർ, ഞാൻ സാറിൽ കാണുന്നത് എന്റെ രക്ഷകനെയാണ്. എനിക്കങ്ങനെ വിശ്വസിക്കാവോ? ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ? അനക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എനിക്ക് 1 മണിക്കൂർ സമയം തരണം. ഞങ്ങൾക്ക് മാത്രമായി ചിലത് സംസാരിക്കാറുണ്ട്. അതെല്ലാം ജീവന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതായിരിക്കും. വിളിക്കട്ടെ? ജീവാ, എന്തോ? എന്നെ നാട്ടിലെത്തിക്കണം. വീട്ടുകാരോട് സംസാരിക്കണം. എന്തിനെ കുറിച്ച്? അതാണ് പ്രധാനം. നിങ്ങളുടെ കല്യാണക്കാരി. എന്തോ? സത്യം. സാറല്ല, അവിടെ. സത്യം. ഓക്കെ, നിങ്ങൾ സംസാരിച്ചൊന്നും ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടിട്ടില്ല. അത് ഭൂഷണവും അല്ല. എന്നാ നിങ്ങൾ തമ്മിൽ പറഞ്ഞത് എന്താന്ന് എനിക്കറിയണം. വാക്കുമാൻ. ഒരു മനുഷ്യന് വേണ്ടതിലും ബുദ്ധി ശക്തിയുള്ളവനാവോൻ. ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ഓനെ നേരിടണം. ഇന്നലെ വരെ എനിക്ക് പണം നഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ എന്നെ കെട്ടിയൊക്കെ മക്കൾക്ക് നാഥനില്ലാത്ത അവസ്ഥയായി. സ്നേഹം ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്തേ പറയണേ? ഞാൻ ഈ ഭ്രാന്തനെ കല്യാണം കഴിക്കണമെന്നോ? നിങ്ങൾക്കുണ്ടല്ലോ 4-5 എണ്ണം. കെട്ടിച്ചു കൊടുക്കും അതിൽ ഒന്നിനെ. ആരെ കെട്ടണമെന്നോ ഞാൻ പറഞ്ഞേ? എഴുതാപ്പുറം വായിക്കല്ലേ മോളെ. കല്യാണം വേണ്ട, അടിയന്തരം വേണ്ട, ഒരു കള്ളം. അത് പറഞ്ഞ ഉയരം കൊണ്ട് 2 പേർക്ക് രക്ഷപ്പെടാം. ഈ തിണ്ടിയുടെ മുന്നിൽ തോറ്റിട്ട് എനിക്ക് ജീവിക്കണ്ട. ഓ, ഒരാടെ വാശി കാരണം എത്ര പേരാ നശിക്കുന്നതെന്ന് മോൾ ഓർക്കണം. ഒരു വാക്ക് വീട്ടിൽ ചെന്ന് ആലോചിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. പ്രാന്താന്ന് ഒത്തിരി പ്രാവശ്യം വിളിച്ചെങ്കിലും അപ്പോഴൊന്നും എനിക്ക് പ്രാന്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പ്രാന്ത് വരുന്നു. ഇത്രയും സ്നേഹിച്ച് തന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് എന്നെ ചതിക്കല്ലേ? ഞാനിവിടെ കിടന്ന് ചത്തോളാം. അതല്ലേ നിന്റെ ഒടുക്കത്തെ ആഗ്രഹം? ഒരു പെണ്ണിനെ കെട്ടിയിട്ട് സ്നേഹിക്കെന്ന് പറഞ്ഞിട്ടല്ല സ്നേഹം നേടേണ്ടത്. അവളുടെ മനസ്സിൽ തോന്നണം. നീ ഒരു മനുഷ്യനല്ല. നിന്നെ ലോകത്ത് ഒരു പെണ്ണ് സ്നേഹിക്കില്ല. നിന്നെ എനിക്ക് അറപ്പാ, വെറുപ്പാ. മനുഷ്യരൂപമുള്ള ഏതോ ഭീകര ജന്തുവാ നീ. എനിക്കെങ്ങും പോയി രക്ഷപ്പെടണ്ട. പക്ഷെ ഈ പാവം എന്ത് പഴിച്ചു? അയാളെ വിട്ടേക്ക്. അല്ല, ഇനി ഞങ്ങളെ ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വെച്ച് നീട്ടണ്ട, കൊന്നേക്ക്. ഓർമ്മ വെച്ച നാള് മുതൽ കരഞ്ഞു തുടങ്ങിയതാ. നിങ്ങൾക്കൊക്കെ ഫിലിം സ്റ്റാർ സ്നേഹം അറിയുള്ളൂ. മറ്റൊരു സ്നേഹമുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിൽ ചുമന്ന സ്നേഹം. ഇന്നും ഞാൻ പ്രശ്നങ്ങളുടെ നടുവില. ഒരു കണക്കിന് തിരിച്ചു ചെല്ലുന്നതിലും ഭേദം ഇവിടെ കിടന്ന് ചാവുന്നതാ. പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടില്ലേ എന്തിനാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കണേന്ന്? അത് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഒരിക്കലും തീരാതിരിക്കാൻ. ഈ ചിത്രം കഴിഞ്ഞാ എന്റെ മരണം എന്ന് ഡയറിയിൽ എഴുതിയില്ലേ? അറിയാതെ ഞാൻ ഒരിക്കൽ ഡയറി വായിച്ചു. നമുക്ക് പാമോളെ. സർ, അയാളെ കൂടെ വിളിക്കണം. ജീവ, നമുക്ക് ഒരുമിച്ച് പോവാം.
നമ്മൾ കാണിച്ച തൊട്ട് ശരിയായില്ല സർ. അയാളെ ഒറ്റയ്ക്കാ കാട്ടിൽ. മോളെ ഓരെ വിശ്വസിക്കാൻ പറ്റൂല. പൊക്കോളാൻ ഓർഡർ നിന്നപ്പോ എനിക്ക് സ്ഥലം വിട്ടാ മതി എന്നായി. പിന്നെ എവിടെ നിന്ന് താളം ചവിട്ടിയ ഓന്റെ മനസ്സ് പറയാല. മുത്തപ്പ വീണ്ടും കുടുങ്ങിയോ? വീണ്ടും പിടിച്ചിട്ട് പോയി കെട്ടിടാനൊന്നുമല്ല. മരണം വിധിക്കും ദൈവത്തിന് അവകാശപ്പെട്ടതാ. അത് വരുമ്പോ വരട്ടെ. ഈ സിനിമയല്ല, 1000 സിനിമ കഴിഞ്ഞാലും മരിക്കണ്ട. എനിക്ക് കാണണം എന്നും ഈ സ്നേഹ ഇങ്ങനെ തന്നെ. സത്യം ചെയ്തു തരണം, മരണത്തെ സ്വയം വരിക്കില്ല എന്ന്. കുറെ ഭക്ഷണം വാരി തന്ന കൈയല്ലേ, ഒന്ന് തൊട്ടോന്ന് വെച്ച് പൊള്ളൊന്നുമില്ല. പഴംപൊരി ഉണ്ടല്ലോ, ആവശ്യം പോലെ കഴിച്ചോളൂ കേട്ടോ. പ്രശസ്ത സിനിമാ താരം സ്നേഹയെയും നിർമ്മാതാവ് NN നമ്പ്യാരെയും മോചിപ്പിച്ചു. പ്രത്യേകിച്ച് ഉപാധികളൊന്നും വെക്കാതെ സ്വമേധയാ വിട്ടയക്കുകയായിരുന്നുവെന്ന് തിരിച്ചെത്തിയ സ്നേഹയും നമ്പ്യാരും അഭിപ്രായപ്പെട്ടു. വിട്ടയക്കുമ്പോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു? എന്റെ സുന്ദരി മരുമോള്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലായപ്പോ പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടാതെ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. അത് ശരി. ഏതെങ്കിലും രീതിയിൽ ടോർച്ചറിങ്? നോ, അയാൾക്കെപ്പോഴും സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്നോട് ഒരു രീതിയിലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അത് പിന്നെ എന്റെ വിത്തല്ലേ. ചേട്ടാ, ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. സന്തോഷമുണ്ട്. ഈ ജീവനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സത്യസന്ധനായ കിഡ്നാപ്പർ, അതാ ഓനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതെ, ഓന് വേണേ രണ്ടിനും തല്ലിക്കൊല്ലാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. പണം എത്ര വെള്ളം കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഓനൊന്നും വേണ്ട, സ്നേഹം മതി. അത് ഞാൻ എവിടെ നിർത്തി കൊടുക്കാനാ? ദാ കണ്ടില്ലേ, ഇതുങ്ങൾക്ക് കൊടുക്കാനേ തികയുന്നില്ല. നിയമ നടപടികളൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജീവൻ ഇപ്പൊ എവിടെയുണ്ട്? ഒരുപാട് നിർബന്ധിച്ചു വിളിച്ചു, പക്ഷെ ഒപ്പം വന്നില്ല. ആ കാട്ടിൽ തന്നെ ഉണ്ട്. എന്റെ മോനെ കാണുന്നു. ആ മഹാഭാവികൾ എന്റെ മോനെ ഒറ്റക്കിട്ട് വന്നില്ലേ? അയ്യോ, ഇതാണ് ഇവിടെ ഉത്സവം പോലെ ആഘോഷിച്ചത്. എനിക്ക് മോനെ തെണ്ടുകളെ, എന്റെ മോനെ കാണാതെ എന്റെ പേരിൽ പഴംപൊരിയും പരിപ്പോടൊക്കെ ആസ്വദിക്കാല്ലേ? പഴയൊരു ബാക്കിയുണ്ട്, ഇനി അത് തന്നിൽ പലിശ കൂടി. തല്ലിക്കോ, തിരിച്ചു തല്ലില്ല. അലീനയും നിശാന്തും ഒന്നായി കഴിയുമ്പോ ഈ ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ, അടുത്ത ഏതാ? സ്നേഹയുടെ കോഴ്സ്. സാർ, ജീവനെ അറസ്റ്റ് ചെയ്തു. ഒരുപാട് തല്ലി സാർ. സാർ എന്താ ചന്ദ്രഭാനു, പറയ എന്താ? സാർ, അവർ ജീവനെ ഭ്രാന്താശുപത്രിയിലാക്കി. എന്താ കുട്ടി, എന്ത് പറ്റി നിനക്ക്? അന്ന് എന്നെ സഹായിച്ചിട്ടും രക്ഷപ്പെട്ടില്ല. ഇനി വിടണ്ട, മൂത്ത ഭ്രാന്താന്ന് പറഞ്ഞ് ഇവിടെ കിടത്തിയേക്ക്. നോ, ഇതാരാ നിന്നെ ഇങ്ങനെ തല്ലിയത്? പറ, ആരാ? പോലീസാണോ? എപ്പോഴാണ് ജീവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? ആരാ അഡ്മിറ്റ് ചെയ്തത്? ഞാനാണ് സാർ, ഇന്നലെ. വാട്ട്സ് ദ റോങ് വിത്ത് ഹിം? സാർ, അയാളാണ് ആ ഫിലിം സ്റ്റാറിനെ. ഓക്കെ, അതും ഈ ഹോസ്പിറ്റലും തമ്മിൽ
വാട്ട് കണക്ഷൻ? സർ, അയാൾ വയലന്റ് ആയിട്ട് പോലീസുകാരെ ആക്രമിക്കും, പിന്നെ പാറക്കഷങ്ങൾ എടുത്ത് സ്വന്തം ശരീരത്തിലും തലയ്ക്കും. No, you are lying. All what I am hearing are lies. I want to talk to the police officer who has been handling the case. കേസിൽ നിന്ന് എഴുതി കൊടുക്കാൻ ഇവളാരാ മനുഷ്യദൈവോ? അമ്മയ്ക്കറിയാലോ, പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എന്നോട് സഹകരിച്ചേ പറ്റൂ. ഇത് കേസാക്കണം. അവന് മുഴുവൻ ഭ്രാന്താ. പുറത്തിറങ്ങി ഇനി ഇവളെ... ഇല്ല, അതൊന്നും സംഭവിക്കില്ല. ഒരു കുടുംബത്തിലെ മൂത്ത മകനാ. അവരല്ല അവനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത്. അങ്ങനെ ഒരാളെ തല്ലിച്ചതച്ച് ഭ്രാന്താശുപത്രിയിൽ ഇട്ട് ടോർച്ചർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ധീരനോടുള്ള ആരാധനയാണോ അതോ വേറെ വല്ല... രാഹുലിന്റെ രീതി ചിന്തിക്കുന്നു, ഞാൻ എന്റെ രീതിയിലും. അഹങ്കാരമാണ്. കുറെ കാശുണ്ടായപ്പോ വന്ന അഹങ്കാരം. നിന്നെ കല്യാണം കഴിച്ചില്ലാന്ന് വെച്ച് എന്റെ ജീവിതം തകർന്നു പോകുന്നില്ല. പക്ഷെ ഒന്നോർത്തോ, ഒരുത്തന്റെ കൂടെ 3-4 ദിവസം പുറത്ത് നിന്നെ കെട്ടാൻ ഇനി ഒരു പട്ടി വരില്ല. അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും സമാധാനം ഉണ്ടാവുമെന്ന്? പാവം അമ്മയാ ജീവൻ. സ്നേഹിച്ചു വട്ടായതാ. സ്നേഹിക്കുമ്പോ അവന്റെ സ്ഥാനവും നിന്റെ സ്ഥാനവും ഒക്കെ നോക്കണ്ടായിരുന്നോ? മനസ്സിൽ തോന്നിയാ പിന്നെ ആരുടെ അനുവാദം വേണ്ട. പക്ഷേ അങ്ങനെയുള്ള പലതും ദുരന്തങ്ങളാവും. A tragic end. പാവം ആ ജീവനെ പോലെ. പ്രാന്താന്ന് കുറെ വിളിച്ചതല്ലേ, അത് വലിച്ചു. ജീവൻ, ഞാൻ വേണ്ട, സാന്ത്വനൊന്നും വേണ്ട. ആശ്വസിപ്പിക്കുമ്പോ ഞാൻ വീണ്ടും ചെറുതാക. ഒരു മനുഷ്യരൂപെങ്കിലും എനിക്ക് ബാക്കി വേണം. ചെയ്ത തെറ്റിന് കിട്ടിയ ശിക്ഷയായത്. ഈ തല ഞാൻ മനഃപൂർവ്വം ഏറ്റുവാങ്ങിയതാ. മനസ്സിന്റെ വേദന ശരീരം കൂടി അറിയട്ടെന്ന് കരുതിയിട്ടാ. ഒരു സഹായം എനിക്ക് ചെയ്യാവോ? ഇവിടുന്ന് ഞാൻ ഉടനെ പുറത്തിറങ്ങും. ഈ മുറിവൊക്കെ മാഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കുട്ടപ്പനാവും. എന്റെ ഭാവിയിൽ എനിക്ക് നല്ല വിശ്വാസാ. മഹേന്ദ്ര സാറിനോട് പറഞ്ഞ് എനിക്ക് സിനിമയിൽ നല്ലൊരു വേഷം വാങ്ങിച്ചു. അങ്ങനെയെങ്കിലും ഞാനിന്ന് രക്ഷപ്പെട്ടോട്ടെ. കരയരുത്, ഇനി കരയിപ്പിച്ചെന്ന് പറഞ്ഞ ആ വെള്ളം ഉടുപ്പിട്ടവന്മാർ എന്നെ വീണ്ടും തല്ലു. ഡോക്ടർ ഐസക്. എന്തിനാണ് ഡോക്ടർ ആ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കണേ? പരാതിയില്ലെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നതാണ്. ഡോക്ടർ, നിങ്ങളെല്ലാരും ചേർന്ന് അയാൾ ഒരു ഭ്രാന്തനാക്കാണ്. ജീവനെ സ്നേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അയാളെ നന്നായി അറിയാം. വട്ടില്ല എന്ന് മുമ്പൊരിക്കൽ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്ന് അയാൾക്കുണ്ടായിരുന്നു സ്നേഹം എന്ന വട്ട്. പക്ഷേ ഇന്ന് അയാൾ തന്നെ പറയുന്നു അയാൾക്ക് ഭ്രാന്താണെന്ന്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ ഹീസ് അബ്സല്യൂട്ട്ലി നോർമൽ. എന്നാ പിന്നെ അയാൾ വെറുതെ വിട്ടൂടെ ഡോക്ടർ? അത് സ്നേഹയേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ പല കറുത്ത കൈകളും അയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കൈകൾക്കെല്ലാം ഉരുക്കിന്റെ ശക്തിയുണ്ട്. ഇന്നെന്റെ സ്വപ്നങ്ങൾ തകർന്ന ദിവസം, എനിക്ക് എന്നെ മറക്കേണ്ടി വന്ന ദിവസം. മനസ്സിൽ അറപ്പും വെറുപ്പും ഒളിപ്പിച്ചു വെച്ച് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നെ വേണ്ടെന്ന് വെച്ചു. ഒരിക്കൽ പോലും ഇഷ്ടം തോന്നാത്ത ഒരാളെ ജീവിതം മുഴുവൻ അനുഭവിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആലോചിച്ചു, എൻ്റെ വിവാഹവും മരണവും രണ്ടിനും ഒരേ അർത്ഥമാണെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്ക് വേണ്ടി വെറുതെ ജീവിച്ച് മരിക്കാനും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കഴിഞ്ഞാൽ എൻ്റെ മരണം. നിനക്കറിയോ, 7 ജന്മങ്ങളിൽ ഒന്നിച്ച് ജീവിച്ചവരാ നമ്മള്. അത്രയ്ക്ക് സ്നേഹം എനിക്ക് നിന്നോട്. പക്ഷേ അതെന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഇത് ആരോടാ ഞാൻ പറയുക? ഒന്നെനിക്ക് നന്നായി അറിയാം, അത്ര എളുപ്പം മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ രക്ഷിക്കാൻ സാക്ഷാൽ പ്രണയദേവൻ തന്നെ ഒരു വഴി കാണിച്ചു തരുമെന്ന് ഈ പാവപ്പെട്ടവൻ വിശ്വസിക്കുന്നു. ഒരിക്കലും പറ്റാത്ത സ്നേഹത്തോടെ ജീവൻ. ഇവർക്ക് എന്താ അവനുമായിട്ട്? അവനെ കാണാൻ പോയിരിക്കുന്നു. അല്ലെങ്കിൽ ആകെ നാറിയിരിക്കുക. മകളോട് പറഞ്ഞേക്ക്, തല്ലി കൊല്ലും ഞാൻ അവനെ. വളരെ വൃത്തികെട്ടൊരു മുഖം ഈ രാഹുലിനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ മുഖം അതുപോലെ തന്നെയുള്ള ഒരാളിനോട് കാട്ടിയാ പോരെ? ആ ചെറ്റയോട് നിനക്ക് എന്താടി പ്രേമാണോ? രാഹുൽ, ഒന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ തീരുന്ന ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ. നീ മറക്കണ്ട. പിന്നെ നീ ചോദിച്ചില്ലേ പ്രേമാണോന്ന്? ഞാനിവിടെ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയാ, എന്റെ പണമോ സ്വാധീനമോ എന്തുപയോഗിച്ചാണെങ്കിലും ഞാൻ ജീവനെ രക്ഷിക്കും. ഒരു കാര്യം ചെയ്യാം, പാനിങ് വേണ്ട, ട്രോളി ഇടാം.
അപ്പൊ നല്ല ഫ്ലോ കിട്ടും. എവിടെ ഞങ്ങളുടെ മോൻ? എല്ലാം നിർത്തിക്കോ. ഇനി രണ്ടിലും മറിഞ്ഞിട്ട് മതി നിങ്ങളുടെ സിനിമ പിടുത്തം. ഇവിടുത്തെ വർക്ക് തടസ്സപ്പെടുത്തോണ്ട് നിങ്ങളുടെ മോനെ തിരിച്ചു കിട്ടുമോ? ഞങ്ങളുടെ മോനെ സിനിമാക്കാരെ കൊന്ന് കുഴിച്ചു മൂടിയോ? ഒന്നിനെ വെറുതെ വിടില്ല ഞാൻ. ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പോവും. ഞങ്ങൾക്ക് ജീവനില്ല, ഞങ്ങൾക്ക് ജീവനില്ല. മകന്റെ അവസ്ഥയോ ഇങ്ങനെയായി. ഇനി ഈ പാവങ്ങളെ കൂടി പോലീസിനെ കൊണ്ട് തല്ലിക്കണോ? വർക്ക് നടക്കണ്ടേ? Don't be so selfish. ദയവായി ആരും ബഹളം വെക്കരുത്. ആരും. ജീവനൊന്നും സംഭവിച്ചിട്ടില്ല. നിയമത്തിന്റെ മുന്നിൽ ജീവൻ കുറ്റക്കാരനാണെന്ന് നിങ്ങളും മനസ്സിലാക്കണം. ചില നടപടികളുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ വിടും. ഹോസ്പിറ്റലിലാണെങ്കിലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജീവൻ. അവിടെ പോയി നിങ്ങൾക്ക് അവനെ കാണാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. എവിടെ സാറേ ആ ദുഷ്ട പെണ്ണുപിള്ള? അവളെ ഇങ്ങോട്ട് വിളി. എനിക്ക് 4 വർത്താനം പറയണം. അന്ന് ടിവിയില് ഞെളിഞ്ഞിരുന്ന് പറഞ്ഞത് കേട്ടല്ലോ. ഞങ്ങളെ ഉപദ്രവിച്ചില്ല, സ്നേഹപൂർവ്വം വിട്ടയച്ചു എന്നൊക്കെ. എന്നിട്ട് ഞങ്ങളുടെ കൊച്ചിനെ കൊടുങ്കാറ്റ് കളഞ്ഞിട്ട് പോന്നില്ലേ? വിളിക്ക് സാറേ സ്റ്റാറിനെ. ഞങ്ങളാ തിരുമുഖം കണ്ടോട്ടെ. നടന്നതല്ല എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാ ഒരാളെ മാത്രം? സർ, അവരുടെ ഉള്ളിലുള്ളതല്ല അവര് പറഞ്ഞോട്ടെ. എടി മഹാഭാവി, സ്വന്തം ജീവനേക്കാൾ എന്റെ കുഞ്ഞ് നിന്നെ സ്നേഹിച്ചിട്ടും നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. സ്നേഹിച്ച കുറ്റത്തിന് എന്റെ മോനെ ഭ്രാന്താശുപത്രിയിൽ അയച്ച നിന്റെ ബുദ്ധി അപാരം. പിറവിയിൽ തന്നെ മനുഷ്യനോടൊപ്പം ജനിക്കുന്ന ചെയ്തോ വികാരമാണ് വഞ്ചന. സിനിമയിലൊക്കെ സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ നടക്കുമല്ലോ. സ്വന്തം കാര്യം വന്നപ്പോ എന്താ സ്നേഹം മരിച്ചുപോയോ? അല്ല, സ്നേഹം മരിച്ചുപോയി. പേരിലേ ഉള്ളൂ സ്നേഹം. സ്വന്തം പേര് തന്നെ 1000 വട്ടം എഴുതി നോക്ക്, അർത്ഥം മനസ്സിലാവും. ഇപ്പൊ എനിക്ക് 2 മനസ്സില്ല. എന്നിട്ടും ഒരു തീരുമാനം എടുക്കാൻ എനിക്കാവുന്നില്ല സർ. എന്നെ സഹായിക്കണം. സ്നേഹയുടെ മനസ്സെനിക്ക് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ തന്റെ പൊസിഷൻ, ഇമേജ്, ഫ്യൂച്ചർ ഇതൊക്കെ അറിയാം. എന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? എന്റെ വേദന പങ്കിടാൻ ഒരാളുണ്ടായത് എപ്പോഴാണ്? അതല്ലേ സർ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം ഞാൻ വേണ്ടെന്ന് വെക്കണം. സാറിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സന്തോഷത്തോടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ സ്നേഹം ഉള്ളിൽ ചിരിക്കായിരുന്നില്ല. ഉള്ളിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഒന്ന് അഭിനയിക്കാൻ എനിക്ക് മോഹമുണ്ട്. രാഹുൽ, വളരെ സൂക്ഷിച്ചു വേണം. ഇതിപ്പോ പത്രവും ടിവിയും ഒക്കെ ആയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. മാത്രമല്ല ഡോക്ടർ ഐസക്കിന് അയാളോട് ഒരു പ്രത്യേക മമതയുണ്ട്. അതും പ്രശ്നമാണ്. ഡൂ മീ എ ഫേവർ. ജീവൻ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി പോയതാണെന്ന് വരുത്തി തീർക്കണം. സ്വഭാവം അനുസരിച്ച് അവനത് ചെയ്തു എന്ന് ആരും വിശ്വസിച്ചോളൂ. തന്റെ ഐഡിയ എന്താ? കൊല്ലരുത്. ഇല്ലില്ല, കൊല്ലില്ല. പക്ഷെ ഫലത്തിൽ അങ്ങനെ ആയിരിക്കും. ഞാൻ വിടട്ടെ. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. യെസ്. രാഹുൽ, ബി കെയർഫുൾ. ഓക്കേ. ഹലോ. വാട്ട്? എപ്പോ? ഓക്കേ. എന്റെ ജീവിതം മുഴുവൻ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കിഡ്നാപ്പിങ്ങിലൂടെയാണ് എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത്. അപ്പോ ആദ്യം തീരുമാനിച്ച വിവാഹം, ആ തീരുമാനം അമ്മയുടേതായിരുന്നു. അമ്മ തന്നെ അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. അതൊരു പക്ഷേ എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. വിവാഹം ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാവോ? ജീവന്റെ മനസ്സിൽ ഈ വിവാഹം നേരത്തെ നടന്നു കഴിഞ്ഞതാണ്. ഇപ്പോ എന്റെ മനസ്സിലും. ഈ സംഭവമാണ് എല്ലാത്തിനും ആധാരം. ഒരു സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ച രംഗമാണിത്. പക്ഷേ ഇപ്പൊ ഇതെന്റെ വിവാഹമായി ഞാനും അംഗീകരിക്കുന്നു.
സ്നേഹം കൊണ്ട് മാത്രമേ ഒരു പെണ്ണിന്റെ മനസ്സ് ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റൂ. ജീവന്റെ സ്നേഹം വെറും ഭ്രാന്താണെന്ന് ഞാൻ കരുതി. പക്ഷേ അതിന്റെ ആഴം, തീവ്രത, സത്യസന്ധത അതെല്ലാം ജീവനിൽ കൂടെ തന്നെ ഞാൻ മനസ്സിലാക്കി. എന്നെ സഹായിക്കാൻ അമ്മയും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് മാത്രം ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇനിയും വൈകിയാൽ എന്റെ ജീവിതം എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നി. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു. എന്താണ് ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് തുനിയാൻ കാരണം? ജീവനും ഞാനും വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാ എന്നെ വളർത്തിയ നാട്ടുകാർക്കെല്ലാം ഈ പ്രശ്നങ്ങൾ മുഴുവനും അറിയാം. ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഇങ്ങനൊരു പരസ്യ പ്രസ്താവന, അല്ലെങ്കിൽ അപേക്ഷ. ഞങ്ങളെ രക്ഷിക്കണം, അനുഗ്രഹിക്കണം. Oh!